പാഠം 648. മിന്നുന്നതെല്ലാം പൊന്നല്ല. ഹലോ, അതെ, കെ മോഹനകൃഷ്ണനാണ്. എന്താ ജോണിക്കുട്ടി? ഭാമയുടെയോ? എന്താ കാര്യം? ശരി, സാധാരണ അവൾ ഇത്തരം കേസുകൾ വാദിക്കാറില്ല. പക്ഷേ ജോണിക്കുട്ടി എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളായി പോയില്ലേ, അതുകൊണ്ട് ഞാൻ പറയാം. ഞാൻ പറഞ്ഞാൽ അവൾ അണുകിട തെറ്റാതനുസരിക്കും. ശരി. ഒരു വെടിക്ക് രണ്ട് പക്ഷി. ഭാമയെ കൊണ്ട് ഈ കേസ് വാദിപ്പിച്ചാൽ ജോണിക്കുട്ടിയുടെ മുന്നിൽ ആളാണ്. ഒരു കേസ് പിടിച്ചു കൊടുത്തതിന്റെ സ്നേഹം ഭാമ കാണിക്കുകയും ചെയ്യും. ഭാമേ, നിനക്കിന്ന് കേസ് വല്ലതും ഉണ്ടോ? ഇന്ന് കേസൊന്നുമില്ല, പക്ഷേ വക്കീലാഫീസിൽ കുറച്ച് ജോലിയുണ്ട്. നാളെ കേസുണ്ടോ? എന്താണ് ഇപ്പൊ സാറിന്റെ പ്രശ്നം? ഒരു കാര്യം ചോദിക്കുമ്പോ അതിന് സമാധാനം പറയാൻ പഠിക്കും മാമേ. നാളെ നിനക്ക് കേസുണ്ടോ? ഇല്ല. ഈ അടുത്ത കാലത്ത് എന്തെങ്കിലും കേസുണ്ടോ? അപ്പൊ നല്ല ഉദ്ദേശത്തോടുള്ള ചോദ്യമല്ല. പറയും, എന്താണ് സാറിന് വേണ്ടത്? അല്ല, നീ ഭയങ്കര തിരക്കുള്ള വക്കീലാണെന്നാണല്ലോ വൈപ്പ്. പക്ഷെ ചോദിച്ചു വന്നപ്പോ ഇന്ന് കേസുണ്ടോ? ഇല്ല. നാളെ കേസുണ്ടോ? ഇല്ല. അടുത്ത ദിവസങ്ങളിലും കേസുണ്ടാകാൻ സാധ്യതയേ ഇല്ല. അതിനർത്ഥം എന്താ? എനിക്ക് എങ്ങനെ കാര്യമായിട്ട് കേസൊന്നും ഇല്ലെന്ന്? എനിക്ക് കേസുണ്ടെങ്കിലും ഇല്ലെങ്കിലും മോഹനേട്ടൻ എന്താണ്? അത് കൊള്ളാം. നാട്ടുകാർ മുഴുവൻ ബഹുമാനിക്കുന്ന വില്ലേജ് ഓഫീസർ കെ മോഹനേഷന്റെ ഭാര്യ ഒരു കേസില്ല വക്കീലാണെന്ന് പുറത്തറിഞ്ഞാലുള്ള അവസ്ഥ നീ ആലോചിച്ചോക്ക്. വിഷമിക്കണ്ട. ഒരു പുതിയ കേസ് ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. എന്ത് കേസ്? വില്ലേജ് ഓഫീസിനടുത്ത് പെട്ടിക്കട നടത്തുന്ന ജോണിക്കുട്ടി എനിക്കറിയാമോ? ജോണിക്കുട്ടിയുടെ കയ്യിൽ നിന്നും അവന്റെ ഒരു ബന്ധു 20,000 രൂപ കടം വാങ്ങി. ഇപ്പോ അത് തിരിച്ചു കൊടുക്കുന്നില്ല. കേസ് കൊടുക്കാതെ വേറെ വഴിയൊന്നുമില്ലെന്നാണ് ജോണിക്കുട്ടി പറയുന്നത്. അപ്പോഴാ ഞാൻ നിന്റെ കാര്യം ഓർമ്മിച്ചത്. നീ ഏതായാലും കേസൊന്നുമില്ലായിരിക്കല്ലേ. ആ കേസ് നിന്നെ ഏൽപ്പിക്കാമെന്ന് ജോണിക്കുട്ടി സമ്മതിച്ചിരിക്കുന്നു. സത്യമാണോ മോനേട്ടാ? മോഹനേശൻ കള്ളം പറയാറില്ല. എന്റെ ഈശ്വര, എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ആദ്യമായിട്ടല്ലേ മോഹനേട്ടൻ എനിക്കൊരു കേസ് പിടിച്ചു തരുന്നത്. ഇതുവരെ ഒരു വക്കീലായിട്ട് അംഗീകരിച്ചു തന്നിട്ട് പോലും ഇല്ലായിരുന്നല്ലോ. എനിക്ക് സന്തോഷായി മോഹനേട്ടൻ. കഴിഞ്ഞ മാസം ഞാൻ ആ തോമസ് ഫിലിപ്പിന്റെ കേസ് വായിച്ച് മോഹനേട്ടൻ ഓർമ്മയുണ്ടോ? 12 ലക്ഷം രൂപയുടെ കേസായിരുന്നു അത്. അടുത്ത തിങ്കളാഴ്ച വാദം തുടങ്ങുന്ന പുരുഷോത്തമന്റെ കേസ് 40 ലക്ഷം രൂപയോട്. അതിനിടയിലാണ് എന്തോ മഹാസംഭവമാണെന്നുള്ള പേരിൽ ഒരു 20,000 രൂപയുടെ കേസുമായിട്ട് മോഹനൻ വന്നിരിക്കുന്നത്. ഞാനൊരു കേസിലെ വക്കീലാണെന്ന് മോഹനോട് ചിലപ്പോ പറയുമായിരിക്കും. എന്നാൽ അങ്ങനെയല്ല. എനിക്ക് വാദിക്കാവുന്നതിൽ കൂടുതൽ കേസുകൾ എനിക്കുണ്ട്. അതിനിടയിലാണ് മോഹനോട് 20,000 രൂപയുടെ കേസ്. എന്റെ ഗുമസ്തൻ മത്തായി ചേട്ടൻ പോലും അങ്ങനെ ഒരു കേസ് ഏക്കില്ല. എന്നോട് ചോദിക്കാതെ പറഞ്ഞ വാക്കിന് ഞാൻ ഉത്തരവാദിയല്ല. ഒരു തൊഴിലില്ലാതെ കോടതി വരാന്തയിലൂടെ തെക്ക് വടക്ക് നടക്കുന്ന വക്കീലന്മാരൊക്കെ ഉണ്ട്. അവരെ ആരെങ്കിലും ഏൽപ്പിച്ചാ മതി ഈ ജോണിക്കുട്ടിയുടെ കേസ്. ഈശ്വര, ഇനി ജോണിക്കുട്ടിയോട് എന്ത് പറയും? വക്കീലിനെ ഒന്ന് കാണാൻ വന്നാ ഇവിടെ ഇല്ലേ? ഉണ്ട്. സാറിന് എന്നെ മനസ്സിലായില്ലേ?
ഞാൻ ടൗണിൽ ഒരു ചെരുപ്പ് കട നടത്തുന്ന ആളാണ്. കൃഷ്ണകുമാർ എന്നാ പേര്. ഞാൻ ചെരുപ്പ് വാങ്ങുന്നത് അവിടെ നിന്നല്ല. കഴിഞ്ഞ മാസം ഞാൻ വില്ലേജ് ഓഫീസിൽ വന്നിരുന്നു ഒരു കൈവശാവകാശ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ. സാർ അത് കൃത്യസമയത്ത് തരികയും ചെയ്തു. ഓർമ്മയില്ലേ? ഒരു ദിവസം 100 കണക്കിന് ആളുകൾ ഓരോരോ ആവശ്യങ്ങൾക്കായി വില്ലേജ് ഓഫീസിലേക്ക് വരാറുണ്ട്. അവരെ എല്ലാം ഓർത്തിരിക്കുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യവുമല്ല. പിന്നെ കൃത്യസമയത്ത് സർട്ടിഫിക്കറ്റ് തന്നു എന്ന് പറഞ്ഞത്, എന്റെ വില്ലേജ് ഓഫീസിൽ വരുന്ന എല്ലാവരുടെയും കാര്യങ്ങൾ കൃത്യസമയത്ത് ഞാൻ നടത്തി കൊടുക്കാറുണ്ട്. എന്താ വക്കീലിന് എന്നെ മനസ്സിലായോ? സെഷൻ കോടതിയുടെ അടുത്ത് ചെരുപ്പ് കട നടത്തുന്ന ആളാണ്. ആ കൃഷ്ണകുമാർ. ആ, പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ലല്ലോ. എന്താ കാര്യം? ഞാനൊരു കേസിന്റെ ആവശ്യമായിട്ട് വന്നതാണ്. പറഞ്ഞോളൂ. എന്റെ കടയുടെ തൊട്ട് ചേർന്ന് ഒരു സ്റ്റേഷനറി കട നടത്തുന്ന ഒരാളുണ്ടായിരുന്നു. 24 മണിക്കൂറും കള്ളുപിടിയാണ്. കടയിൽ വരുന്നവരോട് അപമര്യാദയായിട്ട് പെരുമാറും. തോന്നുമ്പോഴേ കട തുറക്കുകയുള്ളൂ. അങ്ങനെ പോയി കട പൂട്ടി. ഇപ്പൊ അവൻ പറയുന്നത് ഞാനാണ് കട പൂട്ടിച്ചതെന്ന്. ഞാനെന്തോ കൂടോത്രം ചെയ്തെന്ന്. എന്നും കടയിൽ വന്ന് ഭയങ്കര വഴക്കാണ്. ഞാൻ സഹയായിട്ട് വക്കീലേ, എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുള്ളൂ. ഇത് പോലീസ് സ്റ്റേഷൻ അല്ല. പോലീസ് സ്റ്റേഷനിൽ പറയേണ്ട കാര്യം അവിടെ പോയി പറയണം. ഇത് വക്കീലിന്റെ വീടാ. പോലീസ് സ്റ്റേഷനിലും പോയി, പക്ഷെ അവര് മൈൻഡ് ചെയ്യുന്നില്ല. ഒരിക്കലെന്താ അവനെ വിളിച്ച് പേടിപ്പിച്ചു, പക്ഷെ അതുകൊണ്ട് ഒരു വിശേഷം ഉണ്ടായില്ല. ഞാൻ അവന് ഒരുപാട് കാശ് കൊടുക്കാനുണ്ടെന്നാണ് പറയുന്നത്. ഇങ്ങനെ ശല്യമായ എന്റെ കച്ചവടം ഞാൻ എങ്ങനെ നടത്തും? കൊടുക്കാനുള്ള കാശ് കൊടുക്കണം. ഞാൻ കാശ് കൊടുക്കാനില്ലല്ലോ. അവൻ വെറുതെ പറയുന്നതല്ലേ. അയാളുടെ പേരെന്താ? ത്രിവിക്രമൻ. ഓ, ത്രിവിക്രമൻ. അയാൾ ഇവിടെ അടുത്താ താമസിക്കുന്നത്. അതെ. പണ്ട് ടൗണിൽ കട നടത്തി പൊട്ടിയ കാര്യമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. കോടതി വഴി എന്തെങ്കിലും പരിഹാരമുണ്ടെങ്കിൽ ചെയ്തു തരണം വക്കീലേ. എനിക്കും ജീവിക്കണ്ടേ? കൃഷ്ണമാർ ഒന്നുകൊണ്ട് പേടിക്കണ്ട. 10:30 വക്കീൽ ഓഫീസിലേക്ക് വന്നാൽ മതി. ബാക്കി കാര്യമൊക്കെ ഞാൻ ഏറ്റു. അപ്പൊ ശരി വക്കീലേ. എന്താ നിന്റെ ഉദ്ദേശം? ആ പോയവൻ പറഞ്ഞ ഒന്നും സത്യമല്ല. ത്രിവിക്രമനെ എനിക്കറിയാം. അവൻ ഒരു സാധുവാണ്. സാധു? സ്വന്തം കട പൂട്ടിയതിന് അടുത്ത കടക്കാരനെ കുറ്റം പറയുകയും ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യുന്നവനാണല്ലേ സാധു? ത്രിവിക്രമനെ ഞാൻ വെച്ചിട്ടുണ്ട്. അയാളെ ഞാനേ നക്ഷത്രം ഓടിക്കും. കുറച്ചു മുമ്പ് ഞാൻ ജോണിക്കുട്ടിയുടെ കേസിന്റെ കാര്യം പറഞ്ഞപ്പോ നീ എന്താ പറഞ്ഞത്? 20,000 രൂപയുടെ നിസാര കേസൊന്നും നീ വാദിക്കില്ല, ലക്ഷക്കണക്കിന് രൂപയുടെ വലിയ കേസുകൾ മാത്രമേ നീ എടുക്കൂ എന്ന്. എന്നിട്ടിപ്പോ ഒരുത്തൻ വേറൊരുത്തനെ തെറിവിളിച്ചു എന്ന് പറയുന്ന ഒരു കള്ള കേസ് വന്നപ്പോ നീ ചാടി പിടിക്കുന്നു. ഏത് കേസ് വാദിക്കണം, ഏത് കേസ് വാദിക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനല്ലേ മോനട്ടാ? ജോണിക്കുട്ടിയുടെ കേസ് വാദിക്കാൻ എനിക്ക് തോന്നിയില്ല. കൃഷ്ണകുമാറിന്റെ കേസ് വാദിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊന്നുമല്ല, നിന്നെ കൊണ്ട് കേസ് വാദിപ്പിക്കാമെന്ന് ഞാൻ ജോണിക്കുട്ടിക്ക് വാക്ക് കൊടുത്തു. അപ്പൊ പിന്നെ അത് വാദിക്കാതിരുന്നാലല്ലേ നിനക്ക് ജോണിക്കുട്ടിയുടെ മുന്നിൽ ഞാൻ നാണം കെടുത്ത് കാണാൻ പറ്റൂ. മോഹനേട്ടനെ മാനം കെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശം എനിക്കില്ല. അല്ലെങ്കിൽ തന്നെ എന്റെ ഭർത്താവിനെ മാനം കെടുത്തുന്നത് ഞാൻ എങ്ങനെ സഹിക്കും മോനട്ടാ? ജോണിക്കുട്ടിയുടെ കേസ് ഏത് വക്കീലായാലും വാദിച്ചാൽ മതി. അതുകൊണ്ടാണ് ഞാനില്ല എന്ന് പറഞ്ഞത്. ഓ, കൃഷ്ണകുമാറിന്റെ കേസ് വലിയ കേസായിരിക്കും. കൃഷ്ണകുമാറിനെ ത്രിവിക്രമൻ ചീത്ത വിളിച്ചു എന്ന് പറയുന്നത് കള്ളക്കേസാ. ഒരു കള്ളക്കേസ് വാദിച്ചേ പറ്റൂ എന്ന് നിനക്ക് എന്താ ഇത്ര വാശി? അത് കള്ളക്കേസാണെന്ന് മോഹനേട്ടൻ എങ്ങനെ അറിയാം? ഭാമേ, പണ്ട് ത്രിവിക്രമൻ കള്ളു കുടിക്കുന്നുണ്ടായിരുന്നത് നേരാ. അയാളുടെ അമിതമായ മദ്യപാനം കാരണമാണ് ആ സ്റ്റേഷനറി കട പൂട്ടിപ്പോയത് എന്നുള്ളതും സത്യം. പക്ഷേ ത്രിവിക്രമൻ ഇപ്പൊ പഴയ പോലെ അല്ല. ആര് പറഞ്ഞു? ഞാൻ പറയുന്നു. ഇന്നലെ രാവിലെ ഞാൻ ആഫീസിലേക്ക് പോകുന്ന വഴി ത്രിവിക്രമനെ കണ്ടിരുന്നു.
നമസ്കാരം സാർ. സാർ ഓഫീസിലേക്കായിരിക്കും. അതെ. ആ ഒരു കാര്യത്തിൽ സാറിന് സമ്മതിക്കണം. ഇത്രയും കൃത്യനിഷ്ഠയുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ത്രിവിക്രമനോടെ പോയതാ? അമ്പലത്തിൽ പോയതാ സാറേ. ഓ ആ സാർ ഒരു കാര്യം അറിഞ്ഞില്ലല്ലോ. ഞാൻ കുടി നിർത്തി. സത്യത്തിൽ എന്റെ കുടി നിർത്താൻ കാരണക്കാരൻ സാറാ. ഒരു ദിവസം മദ്യപിച്ച് പഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിൽ കിടന്ന് ബഹളം ഉണ്ടാക്കിയപ്പോ സാർ എന്നെ വിളിച്ചോണ്ട് പോയി ഉപദേശിച്ചില്ലേ? അന്ന് രാത്രി കിടന്നു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി സാറ് പറഞ്ഞതൊക്കെ സത്യമാണല്ലോ എന്നും. എന്റെ കുടി കാരണമല്ലേ എല്ലാം പോയത്. ഇനി കുടിക്കില്ല എന്ന് ഞാൻ ഒരു തീരുമാനമെടുത്തു. നന്നായി. മദ്യപാനം കൊണ്ട് നശിച്ചുപോയ എത്രയോ കുടുംബങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടെന്ന് അറിയാമോ? ത്രിവിക്രമനെ പോലെ ഒരാൾ വിചാരിച്ചാൽ ജീവിതത്തിൽ ഇനിയും രക്ഷപ്പെടാം. അധ്വാനിക്കണമെന്ന് മാത്രം. ഞാൻ അധ്വാനിക്കും സാറേ. ടൗണിലെ എന്റെ പൂട്ടിക്കിടക്കുന്ന കടയുടെ അടുത്തുള്ള ഒരു കൃഷ്ണകുമാറില്ലേ, അവൻ എനിക്ക് കുറെ കാശ് തരാനുണ്ട്. ആ കാശ് കിട്ടിയ ഞാൻ പുതിയൊരു കട തുടങ്ങും. പിന്നെ ജീവിതത്തിൽ ഞാൻ കള്ളു കുടിക്കുകയില്ല. നന്നായി. എന്നെ കൊണ്ട് എന്ത് സഹായം ആവശ്യമുണ്ടെങ്കിലും വന്നാൽ മതി, ഞാൻ സഹായിക്കാം. ശരി സാർ, വരട്ടെ. ശരി. എന്റെ ഉപദേശം കൊണ്ട് ഒരാൾ കൂടി നന്നായി. ഈശ്വര. ചെയ്തു പോയത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് സ്വയം തിരുത്താൻ തയ്യാറായ ആളാണ് ത്രിവിക്രമൻ. പക്ഷെ സമ്മതിക്കില്ല. മര്യാദക്കാരനായി കഴിയുന്ന ഒരാൾക്കെതിരെ കള്ളക്കേസുണ്ടാക്കി അയാളുടെ മനസമാധാനം നശിപ്പിച്ച് വീണ്ടും പഴയതുപോലെ ആക്കാനാണോ നിന്റെ പരിപാടി? ഇവിടെ വന്നിട്ട് പോയ കൃഷ്ണകുമാർ ത്രിവിക്രമന് കാശ് കൊടുക്കാനുണ്ടോ എന്നുള്ളത് നേരാ. അത് ത്രിവിക്രമൻ ചോദിച്ചു, അത്രേ ഉള്ളൂ. അതിനാണ് ഇപ്പോ അയാളെ കേസിലെ പ്രതിയാക്കാൻ നോക്കുന്നത്. സത്യത്തിൽ കൃഷ്ണകുമാറാ കള്ളൻ, ത്രിവിക്രമനല്ല. ഷർട്ടും കൊണ്ട് മാറി വന്നിട്ടുണ്ടെങ്കിലേ ഞാൻ കഴിക്കാനുള്ള എടുത്തരാം. എനിക്ക് ഈ വിഷയത്തിൽ തർക്കിക്കാൻ നേരമില്ലാഞ്ഞിട്ടാ. ആ വിദ്യ, ഞാന് ഒരു പുതിയ കേസ് വന്നിട്ടുണ്ട്. ടൗണിൽ ചെരിപ്പോടെ നടത്തുന്ന കൃഷ്ണകുമാർ നിനക്കറിഞ്ഞൂടെ? ആ, അയാളാണ് വാദി. പണ്ട് അതിനടുത്ത് സ്റ്റേഷനറി കട നടത്തി പൊട്ടിയ ഒരു ത്രിവിക്രമനെതിരെയാണ് കേസ്. നമ്മൾ നേരിട്ട് കോടതി പോണോ അതോ പോലീസിൽ അറിയിച്ച് അവരെ കൊണ്ട് നടപടി എടുപ്പിക്കണോന്നൊന്ന് ആലോചിക്കണം. ആ, ഞാൻ കൃഷ്ണകുമാരോട് വക്കീലാഫീസിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. അതെ, എന്തു വന്നാൽ അയാൾ വെറുതെ വിടാൻ പാടില്ല. ഇതെന്റെ വാശിയ വിദ്യ. വാശിയുടെ കാരണം എന്താന്ന് ചോദിച്ചാ ഞാൻ വിളിക്കാം. ഓ, വാശിയുടെ കാരണം എന്താണെന്ന് നിനക്ക് ഞാൻ പറഞ്ഞുതരാം. ത്രിവിക്രമൻ ഒരു നല്ല മനുഷ്യനാണെന്ന് ഞാൻ പറഞ്ഞു. അയാൾക്ക് എന്നോട് ബഹുമാനമാണെന്ന് കേട്ടപ്പോ തന്നെ നീ തീരുമാനിച്ചു അയാളെ ഈ കള്ളക്കേസിൽ കുടുക്കണമെന്ന്. എന്നോട് സ്നേഹവും ബഹുമാനവുമുള്ള സകലരെയും പോലീസ് സ്റ്റേഷനിലും കോടതിയിലും കയറ്റാനാണ് നിന്റെ പരിപാടിയെങ്കിൽ നീ കുറെ പാടുപെടും. കാരണം ഈ നാട്ടിൽ നീ ഒരാളൊഴികെ എല്ലാവർക്കും കെ മോഹനകൃഷ്ണൻ സാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹുമാനമാണ്. ഇത് മോഹനയുടെ മാത്രം പറഞ്ഞാൽ മതിയോ? നീ നാട്ടിൽ ആരോടൊന്നും ചോദിച്ചു നോക്ക്. ആമേ, സത്യസന്ധമായി ജോലി ചെയ്തും മാന്യമായി ജീവിച്ചുമാണ് ഞാൻ നാട്ടുകാരുടെ മുന്നിൽ യോഗ്യനായത്. അല്ലാതെ നിന്നെ പോലെ കള്ളക്കേസ് വാദിച്ചും നിരപരാധികളെ കോടതി കയറ്റിയിട്ടും അല്ല. ഞാനിപ്പോൾ ത്രിവിക്രമന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് മാത്രം നീ അയാൾക്കെതിരെ കേസ് വാദിക്കും. ജോണിക്കുട്ടിയുടെ കാര്യവും ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം നീ അയാളുടെ കേസ് വാദിക്കില്ല എന്നും പറയുന്നു. എന്നെ തോൽപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് നിന്റെ ജീവിത ലക്ഷ്യം. പക്ഷെ ഈ കളിയിൽ ആര് തോൽക്കും എന്ന് നോക്കൂ. ദിവാരൻ ചേട്ടന്റെ മോളുടെ വിവാഹ ധനസഹായ ഫണ്ട് പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. വലിയ ഉപകാരം. ഓ, അപ്പൊ ഞാൻ ശരിയാവാൻ വിളിക്കാം. ആ, നമസ്കാരം സാറേ. സാറിന് കുറച്ച് നേരത്തെ ആണെന്ന് തോന്നുന്നു. അല്ല, ഞാൻ കൃത്യസമയത്താണ്. ഓരോ ദിവസവും ഓരോ സമയത്ത് ആഫീസിൽ പോകുന്ന ആളല്ല കെ മോഹനകൃഷ്ണൻ സാറ്. വലിയ ഗൗരവത്തിലാണല്ലോ സാറിന്. വക്കീലുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ? എങ്ങനെ ഉണ്ടാവായിരിക്കും? എന്നെ തോൽപ്പിക്കാനായി മാത്രം അവൾ ഓരോന്ന് ചെയ്യുമ്പോ ഞാൻ എന്ത് ചെയ്യും? ഉത്തമന് നമ്മുടെ ത്രിവിക്രമൻ അറിയാമല്ലോ.
ഏത് നമ്മുടെ കുടിയൻ തിരുവിക്രമനാ? കുടിയൻ ത്രിവിക്രമൻ എന്ന് പറയരുത്. ഏ? അവൻ പണ്ട് കള്ളു കുടിക്കുമായിരുന്നു എന്നുള്ളത് ശരിയാ. പക്ഷേ അങ്ങനെ കള്ളു കുടിക്കുന്നത് തെറ്റാണ് എന്ന് തിരിച്ചറിഞ്ഞ് കുടി നിർത്തിയ ത്രിവിക്രമനെ പറ്റി അനാവശ്യം പറയരുത്. ഓ, എന്റെ സാറിന് എന്തോ പറ്റി? ത്രിവിക്രമൻ കുടി നിർത്തിയാ? ഇന്നലെയും കൂടെ അവൻ കുടിച്ച് ബോധമില്ലാതെ കാണിച്ചു കൂട്ടിയതിന് ഞാനും കൂടെ സാക്ഷിയല്ലേ സാറേ? സംശയമുണ്ടെന്നുണ്ടെങ്കിൽ വക്കീലിനോട് ചോദിച്ചു നോക്ക്. വക്കീലിനോടോ? ആ മാധവൻകുട്ടിയുടെ കടയുടെ മുമ്പിൽ വെച്ചായിരുന്നു സംഭവം. വക്കീൽ അവിടെ നിന്ന് എന്തോ വാങ്ങിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ദോ വരുന്നു ത്രിവിക്രമൻ. നമസ്കാരം. എന്നെ മനസ്സിലായ? ഞാനാണ് ത്രിവിക്രമൻ. ഏത് ത്രിവിക്രമൻ? ഞാനൊരു പാവം ത്രിവിക്രമൻ. വക്കീലിനെ എനിക്ക് നേരത്തെ അറിയില്ലെങ്കിലും വക്കീലിനെ കെട്ടിയത് എനിക്കറിയാം. വില്ലേജ് ഭാര്യയല്ലേ? അതെ. ഉള്ളത് പറയാലോ വക്കീലെ, നിങ്ങളെ സമ്മതിക്കണം. അയാളെ പോലുള്ള ഒരു കാട്ടുകുത്തിന്റെ കൂടെ ഇതെങ്ങനെ ജീവിക്കും? അടിച്ചോന്റെ പല്ലായിടണം. മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ താൻ ഏത് ത്രിവിക്രമനായാലും വിവരം പറയും. ഞാനൊരു വക്കീലാന്ന് അറിയാലോ. വക്കീലാണെങ്കിൽ ഇരിക്കും തോന്നുന്നു. എന്നെ മൂക്കി വലിച്ചേറ്റു. അങ്ങനെ അങ്ങ് പോയാലോ. കഴിഞ്ഞ മാസം ഞാൻ ഇത്തിരി കള്ളു കുടിച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വെച്ച് പഞ്ചായത്ത് മെമ്പർ സുഗുണനുമായിട്ട് ഒന്നുടക്കി. സുഗുണനെ അവിടെ വെച്ച് ഞാൻ തല്ലാൻ വെച്ച് ഒരുങ്ങിയതാ. ഉടനെ പ്രത്യക്ഷപ്പെട്ടു നിങ്ങളുടെ പുണ്യാര വില്ലേജ് ഓഫീസർ. അല്ല, എനിക്ക് മനസ്സിലാകാഞ്ഞിട്ട് ചോദിക്കുക, ഈ വില്ലേജ് ഓഫീസർക്ക് പഞ്ചായത്ത് ഓഫീസിൽ എന്ത് കാര്യം? അവിടെ വെച്ച് നിങ്ങളുടെ കെട്ടിയോൻ നാട്ടുകാരെല്ലാവരും കേൾക്കെ എന്നെ ഭയങ്കര ഉപദേശം. എന്റെ കള്ളുകൂടി കാരണമാണ് കട കൂട്ടിപ്പോയത്. ഇങ്ങനെയൊന്നും ജീവിച്ചാ പോരാ, കുടി നിർത്തി മര്യാദക്കാരനാവണമെന്ന് ഭയങ്കര ഉപദേശം. അല്ല, എനിക്കറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കാം, അയാള് വില്ലേജ് ഓഫീസറോ അത് ഉപദേശിയോ? നിങ്ങൾക്ക് ഉപദേശം മോഹനേട്ടനെ പറഞ്ഞാൽ മതിയല്ലോ. ഇങ്ങനെ നാലുകാലം നടക്കുന്നതിന് ഉപദേശം എന്തിനാണ്? ആര് പറഞ്ഞു ഉപദേശിക്കാൻ? പണ്ടൊരു കൈവശാവകാശം ചോദിച്ച് ഞാൻ വില്ലേജ് ഓഫീസിൽ ചെന്നപ്പോ ആ അലവലാതി പറയാണ് 3 ദിവസം കഴിഞ്ഞ് വരാൻ. അവ അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ എനിക്ക് ലോൺ കിട്ടിയില്ല, അറിയോ? അതിനാര് സമാനം പറയും? നല്ല ഷർട്ടും മുണ്ടും തേച്ചും എനിക്ക് അങ്ങ് നടക്കുകയല്ലേ. ആണുങ്ങളെ അവന് കണ്ടുകൂടാ, പെണ്ണുങ്ങളോടൊക്കെ അവന് വലിയ സ്നേഹമാണ്. നിങ്ങൾ അനാവശ്യം പറയാൻ നിൽക്കരുത്. ഞാൻ പറഞ്ഞ സത്യമാ. നിങ്ങൾ വേണമെങ്കിൽ അന്വേഷിച്ചു നോക്ക്. ഇന്ന് രാവിലെ അവൻ എന്നോട് പറയുക, കുടി നിർത്തിയാൽ അവൻ എന്നെ സഹായിക്കാന്ന്. എനിക്ക് അവന്റെ സഹായം വേണ്ടെങ്കിലാ. വക്കീലിനോട് വഴക്കുണ്ടാക്കി വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ. എന്തോന്നരാ ഇത്? ഉത്തമ, നീ പറഞ്ഞോണ്ട് ഞാൻ പോയി. പക്ഷെ അവണ്ടല്ല വില്ലേജ് ഓഫീസർ, അവനെ അവിടെ ഇല്ല. നീ ഇത്തിരി അങ്ങോട്ടോ അങ്ങോട്ട് പോ. വില്ലേജ് ഓഫീസറെ ഇവിടെ ഇല്ല, വക്കീലിനെ ഇവിടെ ഇല്ല. എന്താ മഹേഷ നോക്കിക്കൊണ്ടിരിക്കുന്നത്? പോടെ അങ്ങോട്ട് പോ. അതെ, അവൻ കള്ളു കുടിച്ചോണ്ട് ബോധമില്ലാതെ പറയുന്നതാണ് വക്കീലെ. വക്കീൽ അത് കാര്യമാക്കേണ്ട കാര്യമില്ല. പറഞ്ഞത് എന്നെയാണെങ്കിൽ ഞാൻ ക്ഷമിച്ചേനെ ഉത്തമ. പക്ഷേ മോഹനേട്ടനെ പറ്റി ഇത്രയും പറഞ്ഞ നിലയ്ക്ക് അവനെ ഞാൻ നോട്ട് വിട്ട് കഴിഞ്ഞു. എനിക്കൊരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ത്രിവിക്രമൻ വിവരം പറയും. മാന്യമായി ജീവിക്കുന്ന മോഹനേട്ടനെ പറ്റി അവൻ വേണ്ടാതിനും പറയുന്നു. സാറേ, വക്കീല് ഭയങ്കര വാശിയിലായിരുന്നു. വക്കീലിനെ ചീത്ത വിളിച്ചത് വക്കീല് ക്ഷമിച്ചു. പക്ഷെ സാറിനെ പറ്റി വേണ്ടാതീനം പറഞ്ഞതിന് ത്രിവിക്രമന് വച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വക്കീല് പോയത്. എന്റെ സാറേ, കൃഷ്ണകുമാർ അവന് കാശ് കൊടുക്കാനുണ്ടെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അല്ലെങ്കിൽ തന്നെ കൃഷ്ണകുമാറിന് കടം കൊടുക്കാൻ മാത്രം കാശ് അവന്റെ കയ്യിൽ എവിടെ നിന്നാണ്? കൃഷ്ണകുമാർ എന്ന് ഭാമയെ കാണാൻ വന്നിരുന്നു. ത്രിവിക്രമനെ കൊണ്ട് ശല്യമാണ്, എന്തെങ്കിലും വഴി ഉണ്ടാക്കി തരണമെന്നും പറഞ്ഞു. ഭാമ കേസേറ്റപ്പോ ഞാൻ കരുതി എന്നെ തോൽപ്പിക്കാനായിരിക്കും. അപ്പൊ അതാണ് സംഭവം. ഒരവസരം കിട്ടിയപ്പോ വക്കീൽ അത് ഉപയോഗിച്ചതാണ്. എനിക്കത് ഇഷ്ടപ്പെട്ടു. വക്കീല് വാശിക്കാണെന്നുണ്ടെങ്കിൽ ത്രിവിക്രമൻ വിവരം അറിയും. വഴി വെച്ച് എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടുന്ന ആളൊന്നുമല്ല ഞാനെന്ന് നിനക്ക് തന്നെ അറിയാലോ വിദ്യ. പക്ഷേ ഇതങ്ങനെ വിടാൻ പറ്റില്ല.
ഇന്നലെ വഴി വെച്ച് എന്നോട് അത്രയും പറഞ്ഞിട്ടും ഞാൻ ക്ഷമിച്ചത് ഞാൻ തന്നെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു വിലയുണ്ടാവില്ലോ എന്ന് ഓർത്തിട്ടാണ്. ഇന്ന് ദൈവമായിട്ടാണ് കൃഷ്ണകുമാറിനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അതെ, മോഹനേട്ടനെ പോലെ ഒരാളെ പറ്റി വഴി വെച്ച് അമ്മാതിരി അനാവശ്യം പറഞ്ഞ അയാൾ വെറുതെ അങ്ങ് വിടാൻ പറ്റുമോ? പറഞ്ഞത് എന്നെ മാത്രമായിരുന്നെങ്കിൽ ഞാനത് ക്ഷമിച്ചേനെ. ഇത് ആളുകൾക്ക് നല്ലത് മാത്രം പ്രാർത്ഥിച്ച് നടക്കുന്ന എന്റെ മോഹനേട്ടനെ പറ്റിയാണ് അങ്ങനെ പറഞ്ഞത്. അവനെ ഞാൻ എന്തായാലും വെറുതെ വിടുന്ന പ്രശ്നം ഉണ്ടാവില്ല. ഏയ് ഇല്ല, മോഹനേട്ടനെ ഞാൻ കാര്യം പറഞ്ഞിട്ടില്ല. എല്ലാം പറഞ്ഞാൽ ആദ്യം ഒന്ന് ദേഷ്യപ്പെട്ടാലും പിന്നെ മോഹനേട്ടൻ അങ്ങ് ക്ഷമിച്ചു കളയും. മോഹനേട്ടനൊരു പാവ. പക്ഷേ എന്റെ മോഹനേട്ടനെ പറ്റി അനാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക എന്നുള്ളത് ത്രിവിക്രമനൊന്ന് അറിയണമല്ലോ. അവരുടെ പോയില്ലേ? അല്ല, ഇവിടെ പറഞ്ഞതാ. ഞാൻ വിളിക്കാം. ഇന്നലെ വഴിയിൽ വെച്ച് ത്രിവിക്രമൻ എന്നെ പറ്റി പറഞ്ഞൊക്കെ ഞാൻ അറിഞ്ഞു. എങ്ങനെ? ഉത്തമനെ കണ്ടു, അപ്പോഴാ സംഭവം അറിഞ്ഞത്. മോഹനേട്ടാ, ജോണിക്കുട്ടിയുടെ പെറ്റി കേസ് വാദിക്കില്ല എന്ന് ഞാൻ പറഞ്ഞത് കാര്യമായിട്ട് തന്നെയാ. അത്രയും നിസ്സാരമായ കേസുകൾ വാദിച്ചിട്ടുണ്ടെങ്കിൽ അതെന്റെ ഭാവിയെ വാദിക്കില്ലേ? കൃഷ്ണകുമാർ വന്നത് അതിനേക്കാട്ടും നിസ്സാരമായ കേസ് കൊണ്ടായിരുന്നു. അയാളുടെ കേസ് വാദിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറയാൻ തുടങ്ങിയതാ. അപ്പോഴാണ് കേസ് ത്രിവിക്രമനെതിരെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ ഞാൻ വെറുതെ വിടുവോ? നീ അതെന്നോട് പറഞ്ഞില്ലല്ലോ. ത്രിവിക്രമൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ അപ്പൊ അത് വിശ്വസിക്കുമായിരുന്നു. ഇപ്പൊ അത് ഉത്തമം പറഞ്ഞുകൊണ്ട് വിശ്വസിച്ചു. മോഹനേട്ടന്റെ മാനം കെടുത്താനാണ് ഞാൻ ജോണിക്കുട്ടിയുടെ കേസ് ബാധിക്കാതിരിക്കുന്നതെന്ന് മോഹനേട്ടൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? എന്റെ ഭർത്താവ് മാനം കെടുന്നത് എനിക്ക് സഹിക്കില്ല എന്ന്. ഞാനത് വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. അതാണ് മോഹനേട്ടൻ കണ്ടത്. നീ എന്നെ അങ്ങനെ മാനം കെടുത്തില്ലെന്നൊക്കെ എനിക്കറിയാമായിരുന്നു. പക്ഷേ എന്താണൊരു പക്ഷേ? നീ ഭയങ്കര വാശിക്കാരിയല്ലേ, അതുകൊണ്ടാ കൃഷ്ണകുമാറിന്റെ കേസ് വാദിക്കാൻ ഏറ്റെന്ന് ഞാൻ വിചാരിച്ചു. ഈ വാശിക്കാരനോടല്ലേ ജീവിതം, അപ്പൊ പിന്നെ കുഞ്ഞു വാശി കാണിക്കാലോ. അല്ല, എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, ഇനിയിപ്പം ജോണികളുടെ കേസ് കൂടെ അങ്ങ് വാദിച്ചേക്കാം അല്ലേ? അതൊരു പെറ്റി കേസല്ലേ, നീ വാദിക്കണ്ട. നീ വലിയ വലിയ കേസുകൾ വാദിച്ചാ മതി. എല്ലാവരും പറയുന്ന എല്ലാ കാര്യങ്ങളും കണ്ണും പൂട്ടി വിശ്വസിക്കുന്നത് ബുദ്ധിയല്ല. ത്രിവിക്രമൻ പറഞ്ഞ കാര്യങ്ങൾക്ക് സത്യഭാമ പറയുന്ന കാര്യങ്ങളെക്കാൾ വിശ്വാസ്യത കൊണ്ടുവന്നതാണ് മോഹനകൃഷ്ണന് വിനയായത്. ഭർത്താവിനേറ്റ അപമാനത്തിന് പ്രതികാരം ചെയ്യാൻ ഇറങ്ങിയ വക്കീലിനെ അഭിനന്ദിച്ച് ഇന്നത്തേക്ക് വിടാം.